ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ നമ്മുടെ മുത്തച്ഛനോട് വണ്ടി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആൾ എങ്ങോട്ടോ ധൃതിയിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. എങ്ങോട്ടോ അല്ല, എങ്ങോട്ടാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് വണ്ടിയൊക്കെ കഴുകി സെറ്റാക്കുന്നുണ്ട്. കുട്ടീസൊക്കെ മാറ്റി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അതിന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഒരുക്കം ഇസുവിൻ്റെ കേട്ടോ. അവൻ്റെ കൂടി കഴിഞ്ഞാൽ നമ്മളുടെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും മാറ്റൽ കഴിഞ്ഞിട്ട് അർഷാക്ക് മാറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അർഷാക്ക് ഇവിടെ കടന്ന് കയറ് പൊട്ടിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ആൾ റെഡി ആവാറുള്ളൂ. ആളുടെ പെട്ടെന്ന് കഴിയും, നമ്മുടെ കേട്ടോ പിന്നെ കഴിയാത്തത്. അപ്പോൾ അതേ എല്ലാവരും സെറ്റായിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ മൂത്തച്ഛൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ വീടിരിക്കലാണ് കേട്ടോ. മൂത്തച്ഛൻ മൂത്തച്ഛിയുടെ ബ്രദർ വീടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫംഗ്ഷനാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മളും റെഡി ആയിട്ടുണ്ട്. ഞാനാണ് കേട്ടോ ലാസ്റ്റ് ഇറങ്ങുന്നത്. ഇന്നത്തെ ഫംഗ്ഷൻ എല്ലാവർക്കും ഉണ്ട് കേട്ടോ, വിത്ത് ഉപ്പ ഉമ്മ. അപ്പോൾ എല്ലാവരും കൂടെയാണ് പോണത്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, നമ്മൾ കാറിലാണ് കേട്ടോ പോണത്, ഉപ്പിമ്മ ഉള്ളതുകൊണ്ട്. അപ്പോൾ എന്താ പറയുക, സ്കൂട്ടി എടുത്ത് എല്ലാവരും കൂടെ പോലെ നടക്കില്ല. അപ്പോൾ ഒരു കാറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോണത്. ഇപ്പോൾ കാറും സ്കൂട്ടിയും ഒക്കെ കണക്കാണ്ട് ഏതിൽ പോയാലും ഭയങ്കര ക്ഷീണമാണ് എനിക്ക്. പിന്നെ ഛർദ്ദിക്കാനും വരും. കാറിൻ്റെ ഉള്ളിൽ കയറിയ കാറിൻ്റെ ഉള്ളിലത്തെ സ്മെല്ലൊന്നും പറ്റില്ല. എ സി ഇട്ടിട്ട് ഗ്ലാസ് ഇട്ടാലും പ്രശ്നമാണ്, എ സി ഇടാതെ ഗ്ലാസ് തുറന്നിട്ടാലും പ്രശ്നമാണ്. അപ്പോൾ മൊത്തത്തിൽ എന്താ പറയുക, എന്നെ കൊണ്ടുപോകുന്ന ദർശകന് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ പറയും ചിലപ്പം. എന്തായാലും നമ്മൾ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഡ്രസ്സിൽ 2-3 ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ നമ്മുടെ നീലക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാനും സയാനും കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടോ. നമ്മൾ എങ്ങോട്ടേലും മാറ്റി ഇറങ്ങുമ്പോഴാണ് ഈ ഫോട്ടോ എടുക്കുന്ന പരിപാടികളൊക്കെ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ വ്ളോഗും ഉണ്ട്. അപ്പോൾ എല്ലാവരെയും കാറിൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാറ് കൊള്ളുന്നവരൊക്കെ കാർ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ സ്കൂട്ടിയിലായിട്ട് വരും. ശ്രദ്ധിക്കാത്തത് പാഞ്ഞു കൊണ്ടാണത്. നമ്മുടെ കുട്ടനെ കൂടെ ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല കേട്ടോ. ഓനപ്പത്തിന് ഓൻ്റെ അർഷാപ്പിൻ്റെ പിന്നാലെ ഓടിപ്പോയി. അപ്പോൾ പിന്നെ ഓനെ കിട്ടിയില്ല. അങ്ങനെ അമ്മയ്ക്കുള്ള ചെരുപ്പോട്ട് സിദ്ധിയാക്കി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയ ഇളാപ്പിയും ടീംസുമാണ് കേട്ടത്. ഒരു ബൈക്കിലാണ്. അപ്പം എന്താ പറയുക, അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ കോതൂർശിയാണ് കേട്ടോ പോണത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. അങ്ങനെ വഴിയിൽ നിന്ന് നമ്മുടെ ഉപ്പാനെ കിട്ടി. ഉപ്പ ചിരിച്ചിട്ടാണ് വരുന്നത്. സാധാരണ ഇങ്ങനെ കാത്തുനിന്ന് നേരെ വഴിക്ക് ഉപ്പാൻ്റെ മുഖം ഇങ്ങനെ ഒന്നുമില്ല. ഉപ്പാക്ക് കീറിയൊന്നും വന്നിട്ടില്ല കേട്ടോ. അവിടെ നമ്മൾ കുരുക്കൽസ് കയറി വീടിരിക്കലല്ലേ. അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ നമ്മൾ ഒറ്റപ്പാല റോഡിലൂടെയാണ് യാത്ര. ഇന്ന് മേഘമൊക്കെ നല്ല തെളിഞ്ഞ, ആകാശമൊക്കെ നല്ല തെളിഞ്ഞിങ്ങനെ രാവിലെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും മഴക്കാരൊക്കെ വന്നിട്ടോ. പക്ഷെ അന്ന് മഴ പെയ്തില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിലായിരുന്നു എൻ്റെ വീട്. പിന്നെ വീട് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തു. അല്ലാതെ അവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ കാർന്നെടുത്ത് പുറത്തേക്ക് ഇടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് വിട്ടേ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ എണ്ണ അടിക്കാൻ വേണ്ടി കയറി. അപ്പോൾ എന്താ പറയുക, എണ്ണ അടിച്ചു കേട്ടോ. പിന്നെ എണ്ണ അടിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് ടെയിലെടുത്ത കട ഉണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കടയിൽ നിന്നാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ടെയിലും കാര്യങ്ങളൊക്കെ എടുത്തത്. നല്ല കടയാണ് കേട്ടോ. അവിടെ ഒറ്റപ്പാലത്തോടെ തന്നെയാണ് കട. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോയി അനങ്ങനടിമാരുടെ അവിടെ എത്തി. അപ്പോൾ എന്താ പറയുക, ഇത് ഒരു എന്താ പറയുക ടൂറിസ്റ്റ് ഏരിയ ആണ് കേട്ടോ. ഈ അനങ്ങനടിമാർ അവിടെ റെക്കോർഡ് ടൂറിസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ അക്കോഡേറ്റ് പാലം അവിടെയാണ്. അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകാരൊക്കെ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം മലയും ഉരുൾപൊട്ടലൊക്കെ കാരണം മലയൊക്കെ കാണാൻ പേടിയായിരിക്കും കേട്ടോ. മലയുടെ അടിയിലൊരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോയി. ഇപ്പം മൂത്തച്ഛയുടെ വീട് പോണ വഴിയിലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മൂത്തച്ഛൻ്റെ വീട്. താത്താൻ്റെ വീട് മാനങ്ങനടി മലയുടെ താഴെയാണ് കേട്ടോ. ഒരു കുട്ടി വീടാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ആരുമില്ല, എല്ലാവരും ബ്രദറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് കേട്ടോ പോണത്. വീട്ടിലേക്കുള്ള നടക്കുന്ന സ്ഥലത്താണ് എല്ലാവരും. അപ്പം താത്താൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി ബ്രദറിൻ്റെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കാറൊക്കെ വർഷമൊക്കെ എവിടേക്ക് കൊണ്ടുപോയിട്ട് കേട്ടോ. ഏതൊരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി. എന്താ പറയുക, വീടൊക്കെ കാണുന്ന തിരക്ക്, പിന്നെ റിലേറ്റീവ്സിനോട് സംസാരിക്കുന്ന തിരക്ക്, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീട് ജസ്റ്റ് ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു മിറർ ഉണ്ടായിരുന്നു. അത് പിന്നെ കണ്ടാൽ പിന്നെ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ. എനിക്കിങ്ങനെ കണ്ണാടി കാണുമ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കണം കേട്ടോ. പിന്നെ നല്ല ചിക്കൻ ബിരിയാണിയും പായസവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ സിദ്ദിഖാക്കിയും ഷിഫൊക്കെ വന്നത്. സിദ്ദിഖാക്കാൻ്റെ കൂടെയാണ് ഷിഫ് വന്നത്. എന്താ പറയുക, നമ്മളിങ്ങനെ വണ്ടിയിൽ എല്ലാവരും കൂടെ കൊള്ളൂല. അപ്പോൾ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ യാത്രകളൊക്കെ. ഈ വീടിൻ്റെ ബാക്കിൽ നിന്നും നമ്മുടെ അനങ്ങനടിമല കാണാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആർഷാക്കും സിദ്ദിഖാക്കും കൂടെ വീടൊക്കെ ഇങ്ങനെ 4 പുറം നടന്ന് കാണുമായിരുന്നു. അപ്പോൾ അയൽവാസികളൊക്കെ ഉള്ള ഒരുപാട് ആളുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ മൂച്ചിയും പ്ലാവും വാഴയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ വലുതായി വരുന്നേ ഉള്ളൂ. കറിവേപ്പുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെന്താ, ഭയങ്കര തിരക്കായിട്ട് ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് ആളുകളൊക്കെ വരാൻ തുടങ്ങിയത്. കുട്ടികളൊക്കെ ധൈര്യം കിട്ടിയപ്പോൾ ഒരു ഫോണൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ട് നമ്മൾ വീട് കാണാൻ വേണ്ടി കയറാൻ കേട്ടോ.
അങ്ങനെ ഏട്ടനും അനിയനും കൂടെ ഈ ഹാൻഡ് റെയിലിനെ പറ്റിയുള്ള സംസാരങ്ങളാണ്. നമ്മുടെ വീട്ടിലും വെച്ചിട്ടില്ല, സിദ്ദിഖാക്കാൻ്റെ വീട് പണി നടക്കില്ല. അപ്പം ഇത് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ രണ്ടാളും കൂടെ. അപ്പോൾ എന്താ പറയുക, രണ്ടുപേരും ഇങ്ങനെ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മേലെ 2 റൂമാണ് കേട്ടോ ഉള്ളത്. താഴെ ഒരു റൂം തോന്നുന്നുണ്ട്. അതെ, താഴെ ഒരു റൂം, മേലെ 2 റൂം. പിന്നെ എങ്ങനെ നമ്മൾ ജസ്റ്റ് മേലേക്ക് ഒന്ന് കയറി ജസ്റ്റ് എല്ലായിടും ഒന്ന് കാണുകയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഡോറില്ലേ, ഫ്രണ്ടിലെ ഡോറ്, അതിൻ്റെ ഒരു ഡോറ് വരുന്ന ടൈപ്പാണ് ഇട്ടത്. ഇത് തന്നെയാണ് നമ്മളെ ഡോറ്, പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് ഒന്നും കൂടി ഉണ്ട് ചെറുതായിട്ടെന്ന് മാത്രം. അങ്ങനെ വീടൊക്കെ കണ്ട് കോണിയൊക്കെ കയറി ഇറങ്ങിയപ്പോൾ ആകെ കുഴങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് കുറച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ശരി, താത്ത ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. താത്ത നേരെ വൈകിട്ടാണ് വന്ന്. അപ്പോൾ താത്ത ഫുഡ് എവിടെ കിട്ടും എന്ന് തിരഞ്ഞെടുക്കുകയാണ്. പായസം സേമിയ പായസമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അറിയാത്തവരെയൊക്കെ പരിചയപ്പെട്ടു, അറിയുന്നവരോടൊക്കെ പരിചയം പുതുക്കി അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഉപ്പ അങ്ങനെ ഓരോരുത്തരൊക്കെ ഉപ്പ അങ്ങനെ പരിചയപ്പെടുത്തി തരുന്നത് ഓരോ അതാണ് ഇതാണെന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ കേട്ടാലും കുറേ നേരം ഒന്നും മൈൻഡിൽ നിൽക്കില്ല. പിന്നെ കാണുമ്പോഴത്തേക്കും ഞാൻ മറന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അർഷാക്കിന് എവിടുന്നും ഒരു പെൺകുട്ടിനെ കിട്ടിയിട്ടുണ്ട്. അതാണെങ്കിൽ വിളിച്ചപ്പത്തിന് വന്നു കേട്ടോ അടുത്തേക്ക്. എന്നിട്ട് പേരും ഒക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ മോളോട്ടുള്ള സംസാരവും മോളോട്ടുള്ള അറ്റാച്ച്മെൻറ്റ് നമ്മുടെ ഇസുവിന് തീരെ പറ്റിയിട്ടില്ല. അപ്പോൾ തോളിലൊക്കെ തൂങ്ങുന്നുണ്ട് കേട്ടോ. ഇത് ആരാന്നൊക്കെ ചോദിക്കണ്ട. അപ്പം അസാന്നാണ് കേട്ടോ കുട്ടിയുടെ പേര്. അപ്പം നമ്മുടെ സിദ്ദിഖാക്കയുടെ പെണ്ണിൻ്റെ പേര് അസാന്നല്ലേ. അപ്പോൾ എനിക്ക് അതും 2 പേരും ഒന്നായപ്പോൾ ഭയങ്കര അത്ഭുതം. അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. അങ്ങനെ അർഷാക്ക് ചോദിച്ച് ലാസ്റ്റ് എൻ്റെ പിച്ചിൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ അർഷാക്ക് എന്നിട്ട് പറഞ്ഞു. അതും എനിക്ക് തീരെയും പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും വീണ്ടും ഒരു മഴക്കാറൊക്കെ വന്നു. പക്ഷെ മഴയൊന്നും പെയ്തില്ല. തിരിച്ചു പോകുമ്പോഴത്തേക്കും നമ്മുടെ മല നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. ഈ ഒരു റോഡ് നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എക്കോ ടൂറിസം കാണാൻ പോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇപ്പം മഴയൊക്കെ പെയ്ത ഒരു സമയമായതുകൊണ്ട് നല്ല വെഴുക്കലും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ നല്ല വെള്ളം ഉണ്ടാവും. അപ്പോൾ പോയില്ല കേട്ടോ. പോണ വഴിക്ക് നമ്മുടെ പച്ചക്കറി കിറ്റ് വാങ്ങി 100 രൂപയാണ് ഒരു കിറ്റിന് കേട്ടോ. അപ്പോൾ ഒരു കിറ്റ് വാങ്ങി. എപ്പോഴും വാങ്ങാറില്ല, കണ്ടപ്പോൾ വാങ്ങിയതാണ്. അങ്ങനെ നമ്മൾ നേരെ അക്കുഡേറ്റ് പാലം കാണാൻ വേണ്ടി പോയിട്ടോ. അക്കുഡേറ്റ് പാലം അവിടെ അടുത്ത് തന്നെയാണ്. പാലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ഫിലിംസിലും അതേപോലെ തന്നെ ആൽബംസിലൊക്കെ ഈ ഒരു പാലം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അത്യാവശ്യം നീളമുള്ള വലിയൊരു പാലമാണ്. പാലത്തിൻ്റെ ഒരു എൻഡ് വരെ പോയിട്ട് റിട്ടേൺ വരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. 2 സൈഡിലും കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. ഞാനിതിൻ്റെ മുന്നേ നമ്മുടെ വ്ളോഗിൽ ഇത് കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇവിടെ വന്നിട്ട് നമ്മുടെ കപ്പിൾസൊക്കെ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞവരൊക്കെ ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ. അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നൊരു പാലമാണ്. പിന്നെ വണ്ടികൾ പോകാനൊക്കെ സാധാരണ പാലം എന്താണ് ഉപയോഗിക്കണം, അതിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. വണ്ടിയിലിരുന്നിട്ട് ഇങ്ങനെ ഓരോരോ സിനിമയിൽ ഇന്ന സിനിമയിലുണ്ട്, ഇന്ന ആൽബത്തിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഹർഷാക്കൊക്കെ കൂടെ ഇസു ഇത്രയും വലുതായിട്ട് നമ്മൾ ഈ ഒരു പാലം കാണാൻ വന്നിട്ടില്ല കേട്ടോ. ഓനക്ക് ഇങ്ങനെ ഇപ്പോൾ പണ്ട് കണ്ടതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. വലുതാവുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ മറക്കുമല്ലോ. അപ്പം ഓനക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പാലമൊക്കെ ഇറങ്ങി നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാലത്തിന് എൻ്റെ എത്തിയിട്ടോ. ഇതുവരെയുള്ളൂ പാലം. സത്യം പറഞ്ഞാൽ ഈ പാലത്തിൻ്റെ നീളം എത്രയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പണ്ടൊക്കെ അറിയായിരുന്നു, ഇപ്പോൾ ഓർമ്മയില്ല. അർഷാക്ക് എന്നോ പറഞ്ഞെന്നൊരു ഓർമ്മ ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു കേട്ടോ. വണ്ടി അവിടെ നിന്ന് തിരിച്ചിട്ട് റിട്ടേൺ കിട്ടാൻ പോയി. ഇതിൻ്റെ സൈഡിൽ നോക്കിയാൽ അപ്പുറത്തൊരു കുളമൊക്കെ ഉണ്ട്. നല്ല ഭംഗി കേട്ടോ കുളം കാണാൻ. ഒരു അമ്പലക്കുളം പോലെയാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഉണ്ടാവാറ്. പക്ഷേ ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്തിട്ട് ആകെ കലങ്ങിക്കൊണ്ടോ. പിന്നെ കുറേ വയലുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇറങ്ങിയൊന്നും ചെയ്തില്ല. പിന്നെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇനി നേരെ മഴ ഉണ്ടാകുന്ന കരുതിയോ. പിന്നെ ഇറങ്ങിയൊന്നും ചെയ്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. കുടിരിക്കലിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയ മുത്തച്ഛനും നമ്മൾ അക്കുഡേറ്റിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ കണ്ടത്. ഒരു നമ്മുടെ ഫ്രണ്ടിൽ ബാക്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട് സ്കൂട്ടിയിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ പോണത് ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മോളുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പം ഉമ്മാക്കൊന്ന് പോകണം എന്ന് പറഞ്ഞു. പോണ വഴിയിലായതുകൊണ്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ഇസുവിന് ഫ്രണ്ടിൽ ആരും കയറണ ഇഷ്ടമല്ല, എല്ലാവരും ഓവർടേക്ക് ചെയ്യണം കേട്ടോ. അപ്പം പിന്നെ നൂഷക്കാക്കിയും കൂടി ആയപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു. ഓവർടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവുക അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇവിടെയും പാർക്കിംഗ് ഭയങ്കര പ്രശ്നമാണ്, ശോകമാണ്. അപ്പോൾ പോണ വഴിയിലൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. താത്താൻ്റെ വീട്ടിലേക്ക് പോകണം, അവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളെ കുളം കണ്ടപ്പോൾ ചാടി ഇറങ്ങി. ഷൂസൊക്കെ കാറിൽ ഊരിയിട്ടോ. ഇനിയിപ്പോൾ അത് ആദ്യം ഇട്ട് കൊടുക്കുന്നത് നല്ല പണിയാണ്. ചെരുപ്പിട അത് ഇറങ്ങി ഓടിച്ചൊക്കെ. മീനിനെ കണ്ടിക്കണമെന്ന് തോന്നുന്നുണ്ട്. മീനുണ്ടോ ഇസോ? ഏയ് പൊടിക്കല്ലേ. ചെറിയ മീനുണ്ടോ? നോട്ടെ മാറി. അതിലൊരു ചെറിയൊരു മീനുണ്ട്, അതിനെ പിടിക്കണത്രോ എനിക്ക്. അത് പോയത് വാപ്പി മക്കളൊക്കെ കണക്കയിൽ കൈയിട്ട് കിളുമ്പോ നോക്ക്. അത് പോയത്. നിങ്ങളിവിടെ ഇത് പിടിക്കിട്ടില്ലേ? ഞാൻ പോവുക. അതപ്പ വരുന്നുണ്ട്. ഇനിയിപ്പ പിടിച്ചു തരും. ചെരുപ്പ് പാൻ്റൊക്കെ നനച്ചു. നല്ല തിരയിലാണ്.
അതിങ്ങനെ തെരഞ്ഞു പോവ്. അതിലുണ്ടായിരുന്നു ഇപ്പൊ ഒന്നേ, അതിൽ കാണാല്ലേ അതിനെന്നെ ഇപ്പൊ തെരയണ്. ഇതിലൊക്കെ ഉണ്ട്, ഇതില് പിടിച്ചത് ഇതില് മീൻ, ഇതിലെന്താ കുഞ്ഞു കുഞ്ഞിയ മീനുകള്. പക്ഷെ ഇത് ചപ്പിളിയാണ്. ആ മീനൊക്കെ ഉണ്ട് സയാ, നടക്ക്. നമ്മളിപ്പോ മീൻ പിടിക്കാൻ വന്നു. ഇതാണ് നമ്മുടെ വീട്. നൗഷികാക്ക് ഷെൽത്തത്തെ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. വെള്ളമുണ്ടോ? വെള്ളം കലക്കി. വീടിന്റെ മുറ്റത്തൊരു കിണറുണ്ട്. നൗഷികാക്ക് കിണറിലെ വെള്ളവും കിണറിലെ കാഴ്ചകളും ഇങ്ങനെ ഇറങ്ങിക്കണം. പിന്നാലെ ഇസോബിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. കുറേ ആയിട്ട് അങ്ങോട്ട് വന്നിട്ട്. അപ്പം ഉമ്മ നമ്മളെക്കാട്ടിലും കുറേ ആയിക്കൊണ്ട് വന്നിട്ട്. ഞങ്ങൾ ഇടക്ക് നിലക്കൊക്കെ വന്നൊരു ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ ഇരുന്നിട്ട് കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്ത് കുറേ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, ഞാൻ ആ കിണറൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. വെറുതെ എത്ര വെള്ളം ഉണ്ടെന്ന് അറിയാലോ. ചിന്ന അടക്കാപ്പഴം മിർക്ക് വലുതൊന്നും ഇല്ല. എടാ അതുമ്പോ വലുതില്ലടാ, കുഞ്ഞേതാ. ഓക്കെ. ഹായ് വെള്ളം. നല്ല വെള്ളം ഉണ്ട് കേട്ടോ, നീല കളർ വെള്ളം. വരുന്ന വഴിക്ക് കുളത്തില് മീനിനെ തിരയുടെ ഇസുവിനെ കണ്ടപ്പോൾ അവിടെ തിരുമ്മിക്കൊണ്ടിരുന്ന ചേച്ചിക്ക് ഭയങ്കര സങ്കടം. അങ്ങനെ അത് അതിൻ്റെ വീട്ടിൽ വളർത്തുന്ന മീനിനെ ഒരു കവറിലാക്കി കൊടുന്നെടുത്ത് കേട്ടോ. ഗപ്പിയാണ്. അതിന് കിട്ടിയപ്പോൾ ആൾക്കാർ പൊലിവായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ. പൊലിവായിക്കൂടെ എന്താണ് ഞാൻ അതിനെ നോക്കിയിരുന്നോളൂ. ഞാൻ അങ്ങോട്ട് പോവില്ല കുളത്തേക്ക്. എവിടുന്നേലും ഒരു മീനിനെ കിട്ടിയായിരുന്നു. 2 ഉണ്ടാവും. അബിക്ക് തീരെ പറ്റിയിട്ടില്ല. അബിക്ക് തീരെ ഇപ്പൊ കൊടുക്കും. ഓന്റെ മൊയ്യനെ കൊടുക്കാൻ പറയുന്ന അതൊന്നും തരില്ല ഞങ്ങള്. ഇസോന് മീൻ കൊടുത്തതിനാൽ ആ ചേച്ചി മലങ്ങിട്ടോ. പിന്നെ സയാന് വേണം, ഷിനുവിന് വേണം, അബിക്ക് വേണം എന്നിട്ട് എല്ലാവർക്കും ഓരോരോ ഗപ്പികളൊക്കെ കൊടുത്ത് ഒഴിവാക്കി. ആ ചേച്ചി ഏട്ടനും കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടോ. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. നല്ല എണ്ണക്കടിയും പാൽ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, അതിൻ്റെ ഇടയിൽ ഇസുവിന് ചായയും കടിയൊന്നും വേണ്ടിട്ട്. ഇസുവിന് മീൻ കിട്ടിയപ്പോൾ പിന്നെ അത് മാത്രം മതി. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ അതിനെ കളിപ്പിച്ചിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പോണ നോക്കിയിൽ കുളത്തിൻ്റെ ചാടണം എന്ന് തന്നെയാണ് കേട്ടോ ഇസുവിൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താ പറയുക, വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും ടാറ്റാ.